നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പസിലാണ്. 2, 3, 7, 4, 5, 12, 6, 7, 17, 40, 41. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ എത്ര വരും എന്നുള്ളതാണ്. ഇത് ഈ തരത്തിൽ തന്നെ നമ്പർ കണക്കൂട്ടണമെന്നില്ല. ഇങ്ങനെ ഇങ്ങോട്ടുള്ള രീതിയിലേക്കും വരാം. അപ്പോൾ ഇവിടെ ഏത് നമ്പർ വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ചിലപ്പോൾ ഒരു നമ്പറിന്റെ ഡബിള് മറ്റേ നമ്പറിന്റെ ഡബിള് ഇരട്ടിയായി അതിന്റെ സമ്മ് വരാം, കൂട്ടിയിട്ട് വരാം, കുറച്ചിട്ട് വരാം, നമ്പറിന്റെ സ്ക്വയറുകൾ വരാം, പിന്നെ നമ്മൾ കൂട്ടുന്നതും കുറക്കുന്നതും പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പല രീതിയിലും നമുക്ക് വരാൻ പറ്റും. അപ്പൊ നമ്മളുടെ ചിന്തയെ പെട്ടെന്ന് ഏത് രീതിയിലേക്കൊക്കെ എത്തിക്കാൻ കഴിയും എന്നുള്ളതിലാണ് നിങ്ങളുടെ കഴിവ് നിൽക്കുന്നത്. സമയം കളയാതെ ഈ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2, 3 നമുക്കിവിടെ 7 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഒരു പക്ഷെ 2ന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നത് 4 അല്ലെ? 2ന്റെ ഇരട്ടി 4 4, 3, 7. എന്നാൽ ഇവിടെ നോക്കുക, 4ന്റെ ഇരട്ടി വരുന്നത് 8. 8ഉം 5ഉം കൂട്ടിയാൽ 12 അല്ല 13 കിട്ടുക. അപ്പൊ ഇരട്ടി എന്ന് പറയുന്നതിന്റെ ഐഡിയ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം നോക്കൂ, ഇതിന്റെ സ്ക്വയർ നമുക്ക് എടുത്തു നോക്കാം. 2ന്റെ അല്ലെങ്കിൽ 3ന്റെ സ്ക്വയർ എടുത്തു നോക്കാം. 9 വരിക. 3ന്റെ സ്ക്വയർ 9. 9ന്ന് 2 കുറച്ചാൽ നമുക്ക് 7 കിട്ടും. നോക്ക്, 5ന്റെ സ്ക്വയർ നമുക്ക് വരിക 25. 25ന്ന് 4 കുറച്ചാൽ നമുക്ക് ഒരിക്കലും 12 കിട്ടില്ല. അപ്പോൾ പല രീതിയിലും നമ്മൾ നോക്കുകയും അപ്പോൾ അവസാനം നമ്മൾക്ക് ഒരു രീതിയിൽ എത്തിക്കുകയും അതിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ വെല്ലുവിളി. നമുക്ക് നോക്കാം. പല ഓപ്ഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നോക്കിക്കോ, ഇവിടെ നോക്കുക, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 7 അതായത് 3ന്റെ ഇരട്ടിയോട് 1 കൂട്ടുന്നതാണ് ആൻസർ അല്ലെ? 3ന്റെ ഇരട്ടി നമുക്ക് കിട്ടുക 6. 6ന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. അതായത് 3ന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞു, 2ന്റെ പകുതി എടുത്തു നോക്കുക. അപ്പൊ 6 1 7 അത് ഇവിടെ ശരിയാവോ നോക്കിയാൽ 5ന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നത് 10. 4ന്റെ പകുതി നമുക്ക് കിട്ടുന്നത് 2. 2ഉം 10ഉം കൂട്ടിയാൽ നമുക്ക് 12 കിട്ടി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത നോക്കുക. 7ന്റെ ഡബിൾ നമുക്ക് വരുന്നത് 14. 6ന്റെ പകുതി നമുക്ക് വരുന്നത് 3. 3ഉം 14, 17. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 40, 41 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്ര വരുന്നതാണ് നോക്കുക. ഇവിടെ നമുക്ക് വരുന്നത് 41ന്റെ ഇരട്ടിയാണ് എഴുതേണ്ടത്. അത് 82. 40ന്റെ പകുതി നമുക്ക് വരുന്നത് 20. അപ്പൊ ആൻസർ വരേണ്ടത് 20, 82 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ 102 ആണ് ആൻസർ വരിക. ഓക്കെ. ഇനി ഇങ്ങനെ നോക്കുന്നതിന് പകരം ചില കുട്ടികൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, 2, 4, 6 എന്ന് പറയുന്ന നമ്പറാണ് 3 വരുന്നത്. 3, 5, 7 എന്ന് പറയുന്ന നമ്പറാണ് അടുത്തത് വരുന്നത് അല്ലെ? 2 കൂട്ടി വരുന്നു. ഇവിടെ ഇരട്ട നമ്പർ. ഈ 2 കൂട്ടിയിട്ടുള്ള ഒറ്റ നമ്പർ വരുന്നു. 7, 12, 17. നോക്കുക, 7ന്റെ 5 കൂട്ടിയിട്ട് വരുന്നു, പിന്നെ 5 കൂട്ടിയിട്ട് വരുന്നു, പിന്നെ വരുന്നത് 2, 4, 6 കഴിഞ്ഞിട്ട് 40 വരുന്നത്. ഇവിടെ 8 ഇവിടെ വരുന്നത് എങ്കിൽ ഇവിടെ 9 വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. 17ന്റെ കൂടെ നമുക്ക് 5 കൂട്ടിയാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? 40, 41 വന്നിട്ടാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇത് ഈ പറഞ്ഞ രീതിക്ക് പുറമെ നമുക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കാം. നോക്കുക, 7 വരുന്നു, 12 വരുന്നു, 17 വരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ നമ്പറിന്റെ പ്രത്യേകത നോക്കിയാൽ 2, 3 തുടർച്ച നമ്പർ, 4, 5 തുടർച്ച, 6, 7 തുടർച്ച, 40, 41 തുടർച്ച, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ 5, 5 കൂടിയിട്ട് ഇവിടെ വരുന്നു. ഇവിടെ ഇരട്ട നമ്പർ, ഇവിടെ ഒറ്റ നമ്പർ, ഇത് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് നമ്പർ. ഈ 3 കണ്ടീഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അവയ്ക്ക് കിട്ടുന്ന ആൻസറുകൾ 5 കൂടിയിട്ടാണ് നമുക്കിവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേകത വെച്ചിട്ടും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നോക്കൂ കുട്ടികളെ, 7, 5, 12, 17, 5 കൂട്ടി വീണ്ടും 22 എന്ന് പറയുന്ന നമ്മൾ സീക്വൻസ് വരും. 7, 12,
17, 22 ഇങ്ങനെ പോയി വരുമ്പോ എന്താ വരിക? 2, 4, 6 എന്നിലേക്ക് തുടർന്ന് വരുമ്പോ 40 വരും. ഈ 40 എത്രാമത്തെ നമ്പർ ആയിരിക്കും? 2, 4, 6, 8, 10 എന്നൊക്കെ പറയുമ്പോ 20ാമത്തെ നമ്പർ ആയിരിക്കും ഈ 40 വരിക. അങ്ങനെയാണ് എങ്കിൽ 7, 12, 17 എന്നതിന്റെ 20ാമത് വരുന്ന 5 കൂടി വരുന്ന ടേം കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഇത് 20ാമത്താണ്. അപ്പൊ ഇതും 20ാമത്തതായിരിക്കും. അപ്പൊ 7, 12, 17, 22ന്റെ 20ാമത്തെ പദം കണ്ടുപിടിക്കാൻ, 20ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ആ 7ന്റെ കൂടെ ഇത് എത്ര 20ാമത്തെ പറയുമ്പോ 19 അഞ്ചുകൾ കൂട്ടിയാൽ മതി. 19 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് ആണ്. 19 5 നമുക്ക് കിട്ടും 95, 95 7 നമുക്ക് കിട്ടും 102. അരിത്തമെറ്റിക് സീക്വൻസിന്റെ അത് ഉപയോഗിച്ചിട്ടും ഈ ആൻസറുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് തരത്തിൽ നോക്കുമ്പോൾ ആൻസർ എത്ര വരിക? 102. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി കാണിക്കരുത്. എല്ലാ കുട്ടികളും അറിയട്ടെ, അവരുടെ ചിന്താശക്തിയും വളരട്ടെ. പുതിയ ഐറ്റവുമായി നോക്കി വീണ്ടും കാണാം. ബൈ.